ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. മുഖ്യശത്രു ദിലീപ് എന്ന അതിജീവിത കോടതിയിൽ. സിനിമയിലും പുറത്തും മറ്റ് ശത്രുക്കളില്ല. ദിലീപ് കാവ്യ ബന്ധം എല്ലാവർക്കും അറിയാമായിരുന്നു. മഞ്ജു വാര്യരോട് മാറ്റി പറഞ്ഞില്ലെങ്കിൽ സിനിമാഭിനയം നിർത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി. മാർട്ടിൻ പ്രചരിപ്പിച്ച വീഡിയോ നീക്കണമെന്ന അതിജീവിതയുടെ പരാതിയിൽ കേസെടുക്കാൻ പോലീസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വീണ്ടും അറസ്റ്റ്. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ അറസ്റ്റിൽ. രേഖകൾ വേണമെന്ന ഇഡി ആവശ്യത്തിൽ വിജിലൻസ് കോടതിയുടെ വിധി മറ്റന്നാൾ. സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ തെളിവ് നൽകുമെന്ന് വി ഡി സതീശൻ. ഹാജരാക്കാൻ കടകംപള്ളിയുടെ വെല്ലുവിളി. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിനെതിരെയായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. ഡിജിപിക്ക് നൽകിയ പരാതി എഡിജിപിക്ക് കൈമാറി. പാട്ടിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ സിപിഎം, പരിഹസിച്ച് കോൺഗ്രസ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായി സിസ തോമസ് ചുമതലയേറ്റു. നിയമനം ഗവർണർ സർക്കാർ അനുരഞ്ജനത്തിനൊടുവിൽ. പഴയ കാര്യങ്ങൾ ചികഞ്ഞെടുക്കേണ്ടതില്ലെന്ന് സിസ തോമസ്. ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ. നമ്മൾ പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? തിരുവനന്തപുരത്ത് മേയർ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബിജെപിയിൽ ചർച്ചകൾ. രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗ്. മുന്നണി വികസനം അജണ്ടയിൽ ഇല്ലെന്ന് ആവർത്തിച്ച് പി ജെ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ഭരണവിരുദ്ധ വികാരമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. പാലക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോകാൻ ക്വട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്ന സൂചന. പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നും വിവരം. കേസിൽ നിർണായക ദൃശ്യങ്ങൾ. ന്യൂസ് 18. മോനെ അലി, എടാ 70 കോടി ഉറുപ്പ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. എൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ അവർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാൻ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലൊന്നും ഓർക്ക് കൊടുക്കണ പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, വിശദമായ വാർത്തകൾ നോക്കാം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപാണ് തന്റെ മുഖ്യ ശത്രു എന്ന് കോടതിയിൽ മൊഴി നൽകിയ അതിജീവിത. തനിക്ക് സിനിമയ്ക്കകത്തോ പുറത്തോ മറ്റു ശത്രുക്കളില്ല. കാവ്യയുമായുള്ള ബന്ധം മഞ്ജു വാര്യരോട് പറഞ്ഞത് താനാണെന്ന് ദിലീപ് സംശയിച്ചു. മഞ്ജുവിനോട് ഇക്കാര്യം മാറ്റി പറഞ്ഞില്ലെങ്കിൽ സിനിമയിൽ നിന്ന് പുറത്താക്കുമെന്ന് ദിലീപ് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മൊഴിയിലുണ്ട്. കോടതി ഉത്തരവിലാണ് ഇക്കാര്യങ്ങളുള്ളത്. 2017 ജൂൺ മാസം 6-ാം തീയതിയാണ് നടി കോടതിയിൽ മൊഴി നൽകുന്നത്. അവർ ഈ സമയത്ത് കോടതി തന്നെ പറയുന്നുണ്ട്, വളരെ അവശയായ മാനസികമായും ശാരീരികമായും വളരെ മോശം ഒരവസ്ഥയിലായിരുന്നു. ഈ ആക്രമണത്തിൻ്റെ ഒരു പ്രത്യാഘാതം അവരെ കാര്യമായി ബാധിച്ചിരുന്നത്. അതുകൊണ്ട് വളരെ സമയമെടുത്താണ് ഈ മൊഴിയടക്കം ഇവർ നൽകിയത് എന്ന് കോടതി കൃത്യമായി പറയുന്നുണ്ട്. ഇവർ പറയുന്നത് താനും ദിലീപുമായി 6-7 സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഒപ്പം സിനിമയിലെ തൻ്റെ ഇപ്പോഴത്തെ ഏക ശത്രു ദിലീപാണ്. വ്യക്തിപരമായും സിനിമാ ലോകത്തും തനിക്ക് മറ്റ് ശത്രുക്കൾ ആരുമില്ല എന്നിവർ മൊഴി നൽകുന്നുണ്ട്. അതായത് കൃത്യമായി തന്നെ ഇക്കാര്യം ദിലീപാണ് തന്നെ ഈ പറഞ്ഞ കൊട്ടേഷൻ്റെ പിന്നിലുള്ള ആൾ എന്ന് ബോധ്യപ്പെടുത്തക്ക വിധമാണ് ഈ മൊഴി എന്ന് നമുക്കതിൽ നിന്ന് വ്യക്തമാണ്. അവിടെ പ്രോസിക്യൂഷൻ വളരെ പ്രധാനമായും ഇവരുടെ മൊഴി കണ്ടിരുന്നതാനും PW1 ആയി പ്രോസിക്യൂഷൻ വിറ്റ്നസ് 1 ആയി ആണ് ഇവരെ കോടതിയിൽ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചതും. ഇത് അതിനുശേഷം ദിലീപിന് ഈ സംഭവം നടന്നപ്പോൾ തന്നെ ദിലീപാണ് ഇതിന് പിന്നിൽ എന്നുള്ള സംശയം തനിക്കുണ്ടായിരുന്നു. ഇക്കാര്യം തൻ്റെ സഹോദരനോട് താൻ സൂചിപ്പിച്ചിരുന്നു എന്നും നടി മൊഴിയായി നൽകിയിട്ടുണ്ട്. ദിലീപിൻ്റെ ഒരു വിശ്വാസം, തൻ്റെ വിവാഹ ജീവിതം തകർത്തത് ഞാനാണ് എന്നുള്ള വിശ്വാസം ദിലീപിൽ രൂഢമൂലമായിരുന്നു. അത്തരത്തിലുള്ള ചില പ്രവർത്തികൾ പിന്നീട് ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നും ഇവർ പറയുന്നുണ്ട്. സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ ദിലീപും കാവ്യ മാധവനുമായുള്ള ബന്ധം തനിക്കറിയാമായിരുന്നു എന്നും ഈ നടി മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ തനിക്ക് മാത്രമല്ല സിനിമാ ലോകത്തെ എല്ലാവർക്കും ഒരുമാതിരി ആളുകൾക്കെല്ലാം ഈ ദിലീപും കാവ്യവുമായുള്ള ബന്ധം ആദ്യം മുതലേ അറിയാമായിരുന്നു എന്നുള്ളതാണ്. 2010 ഒരു അമേരിക്കൻ സ്റ്റേജ് ഷോയിൽ വെച്ചാണ് ഈ സംഭവ വികാസങ്ങളുടെ തുടക്കം. താൻ ഈ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അവിടെ തനിക്കൊപ്പം നാദിർ ഷാ, റിമി ടോമി, ഒപ്പം ദിലീപ്, കാവ്യ,
ഭാമ ഒപ്പം കാവ്യയുടെ അമ്മ എന്നിവർ ഈ ഷോയുടെ ഭാഗമായി 30 ദിവസത്തെ ഷോ ആയിരുന്നു ഈ ഷോയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. അന്നാണ് ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരാഴം മനസ്സിലാക്കുന്നത്. പലപ്പോഴും ഇവർ മുറികളിൽ ഒരുമിച്ച് കഴിയാറുണ്ടായിരുന്നു. തങ്ങളുടെ മുറിയിലേക്ക് ഇവർ രണ്ടുപേരും വരുമ്പോൾ റിമി ടോമിയും താനും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഒരു ദിവസം ഇവർ രണ്ടുപേരും ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുന്ന കാഴ്ചയൊക്കെ താൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് കോടതിയിൽ മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് അതിനുശേഷം തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷമാണ് മഞ്ജു വാര്യർ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം തൻ്റെ വീട്ടിലേക്ക് വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ക്ലാരിറ്റി തരണം എന്നാവശ്യപ്പെടുകയും ചെയ്തത്. അത് ആദ്യം ഒന്ന് പറയാൻ വിസമ്മതിച്ചു. പിന്നീട് തൻ്റെ പിതാവ് നിർബന്ധിച്ചതിനെ തുടർന്നാണ് ഈ വിഷയത്തിൽ കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത് എന്നും നടി പറയുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് മുൻപ് തന്നെ ഈ കാവ്യ മാധവൻ അയച്ച മെസ്സേജുകൾ മഞ്ജു വാര്യർ ദിലീപിൻ്റെ പഴയ ഫോണിലുള്ള മെസ്സേജുകൾ തന്നെ കാണിക്കുകയും മറ്റു ചില ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോൾ ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ലാതായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നാണ് ഈ വിഷയത്തിൽ നടി മൊഴിയായി നൽകിയിരുന്നത്. പിന്നീട് 2012 യൂറോപ്പിൽ ഒരു ദിലീപ് ഷോയ്ക്ക് പോയപ്പോഴാണ് ദിലീപ് ഇക്കാര്യത്തെക്കുറിച്ച് തന്നോട് ചോദിക്കുന്നത് എന്നതും നടി മൊഴിയായി നൽകിയിട്ടുണ്ട്. അതായത് ഒരു ബസ് യാത്രയിലാണ് ഈ വിഷയം ദിലീപ് ചോദിക്കുകയും മഞ്ജുവിനോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞോ എന്ന കാര്യം ചോദിക്കുകയും ചെയ്തപ്പോൾ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ പറയാൻ മടിച്ചുവെങ്കിലും പിന്നീട് മഞ്ജു വാര്യർ വന്ന് നിർബന്ധിച്ചത് കൊണ്ടാണെന്നും ഈ മെസ്സേജ് അടക്കമുള്ള കാണിച്ചപ്പോൾ തനിക്ക് പറയേണ്ടി വന്നൊരു സാഹചര്യം ഒരുങ്ങുകയായിരുന്നു എന്നുമാണ് നടി ദിലീപിനോട് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ദിലീപ് പറഞ്ഞത്, അതായത് നമുക്ക് 1-2 സിനിമകൾ ഒരുമിച്ച് ചെയ്യാം, അപ്പോൾ മഞ്ജുവിന് നമ്മൾ തമ്മിൽ സുഹൃത്തുക്കളാണ് എന്നൊരു ധാരണ വരുമല്ലോ, അതിനുശേഷം ഇക്കാര്യങ്ങളൊന്ന് മാറ്റി പറഞ്ഞാൽ മതി, പ്രശ്നമുണ്ടാവില്ല എന്ന് പറഞ്ഞു, നമുക്ക് സുഹൃത്തുക്കളായി തുടരാം, ഇന്ത്യയിൽ വന്നതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം എന്നെ വിളിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. പിന്നീട് താൻ തൻ്റെ കാര്യങ്ങളൊന്നും മാറ്റി പറയാൻ തയ്യാറായില്ലാത്തത് ദിലീപിനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീടാണ് അമ്മയുടെ 2013 ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് നടൻ സിദ്ദിഖ്, ഭാമ എന്നിവർ ഇക്കാര്യം തന്നോട് ചോദിക്കുകയും സിദ്ദിഖ് പറഞ്ഞത് ദിലീപ് ഈ വിഷയത്തിൽ വലിയ അസംതൃപ്തനാണ്, വലിയ ടെൻഷനിലാണ്, അപ്പോൾ ഇക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി പറയാനും തിരുത്തി പറയാനും ഒക്കെ തയ്യാറാകണമെന്ന് സിദ്ദിഖ് ആവശ്യപ്പെട്ടു എന്ന് നടി മൊഴിയായി നൽകുന്നുണ്ട്. അതിനുശേഷം താൻ ഒരുപാട് സിനിമകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയും താൻ കരാർ വെച്ച പടങ്ങളിൽ പോലും തനിക്ക് അഭിനയിക്കാൻ പറ്റാത്തൊരു പശ്ചാത്തലം ഒരുങ്ങി വരികയൊക്കെ ചെയ്തു. ബെന്നി പി നായരമ്പലം വിളിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട കാര്യവും മൊഴിയിലുണ്ട്. ശ്യാമപ്രസാദിൻ്റെ സിനിമ അരികെ ഇവിടെ എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ട്, ഈ ശത്രുക്കളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നും പറയുന്ന കാര്യം പറയുന്നു. ഇതിനിടയിൽ 2015 ഡെക്കാൻ ക്രോണിക്കിളിൽ ഇവർ നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിലെ സൂപ്പർ താരം തൻ്റെ കരിയർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. ആ സൂപ്പർ താരം ദിലീപാണ് എന്നുകൂടി മൊഴിയായി കോടതിയിൽ ഇവർ നൽകുകയുണ്ടായി. പിന്നീടാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ്റെ ക്രോസ്, രാമൻപിള്ളയുടെ ക്രോസ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത്. അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യമാണ് രാമൻപിള്ള ആദ്യം ചോദിച്ചത്. അതായത് ഈ സംഭവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് അറിയാമായിരുന്നോ എന്നാണ്. അതായത് പൾസർ സുനിയും ദിലീപുമായുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് നേരിട്ട് എന്തറിയാം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇത് മനോരമ ഓൺലൈനിൽ വന്ന ഒരു അഭിമുഖത്തിൽ നിന്നുമാണ് പൾസർ സുനി ദിലീപിന് ജയിലിൽ നിന്ന് കത്തയച്ചു എന്ന വിവരം തനിക്ക് മനസ്സിലായത് എന്ന് പറയുന്നു. ആ കത്തിൻ്റെയൊക്കെ പിന്നീടുള്ള വഴികൾ നമുക്കറിയാം. അത് പൂർണ്ണമായും ആ കത്ത് ഇല്ലാതാകുന്ന, അതായത് കോടതി തള്ളുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നു. കാരണം അത് ബിബിൻ എന്ന സഹതടവുകാരൻ, ഈ കത്ത് എഴുതിയ ബിബിൻ എന്ന സഹതടവുകാരൻ പോലീസ് നിർബന്ധിച്ചാണ് ഈ കത്ത് എഴുതിച്ചതെന്നൊക്കെ പിന്നീട് മൊഴി നൽകി. ഇത് വലിയ ട്വിസ്റ്റൊക്കെ ആയതാണ്. ഒപ്പം മറ്റൊരു സെക്യൂരിറ്റി, സിനിമാ ലോകത്തെ മറ്റൊരു സെക്യൂരിറ്റി പറഞ്ഞ അനുസരിച്ചാണ് പൾസർ സുനിയുമായി ദിലീപ് മിക്കവാറും സെറ്റിൽ വരാറുണ്ട് എന്ന കാര്യം താൻ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഹിയർസേ അല്ലെങ്കിൽ ഒരു കേട്ടുകേൾവി മാത്രമാണ്, നേരിട്ട് ബോധ്യമില്ലാത്ത ഒരു കാര്യമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനാണ് പ്രതിഭാഗം അഭിഭാഷകൻ ശ്രമിച്ചത്. അത് മറ്റൊരു കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത്, എന്തുകൊണ്ട് ദിലീപ് തന്നോട് ഇക്കാര്യം നേരിട്ട് ചോദിച്ചതും ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തതും അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് 161 അനുസരിച്ച് മൊഴിയായി നൽകിയില്ല, അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകിയില്ല. ഇത് കോടതിയിൽ മാത്രം പറയാൻ കാരണം എന്താണ് എന്നും കോടതി ചോദിക്കുകയുണ്ടായി. മൊഴി കൃത്യമായി തന്നെ അക്കാര്യത്തിലും ഒരു മറുപടി ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറ്റൊന്ന്, 2013, 2014, 2016 മറ്റും നൽകിയ മറ്റു നിരവധി അഭിമുഖങ്ങളിൽ സിനിമാ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണമായത് തനിക്ക് കൃത്യമായി നല്ല സിനിമ കിട്ടാത്തതുകൊണ്ടാണെന്നും നല്ല കഥാപാത്രങ്ങൾ കിട്ടാത്തതുകൊണ്ടാണെന്നും ഈ നടി പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് ദിലീപുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ദിലീപ് ആണ് തന്നെ മാറ്റി നിർത്തത് എന്ന വാദത്തിൻ്റെ മുനയൊടിക്കുന്ന ഒന്നാണ് എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചു. മറ്റൊന്ന്, ഹണീബി, ആദം എന്നീ 2 സിനിമകൾ ആ സമയത്ത് അവർ ചെയ്തിരുന്നു. ഈ 2 സിനിമയുടെയും നിർമ്മാതാക്കൾ ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ദിലീപ് സിനിമയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും ദിലീപിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ സിനിമയിൽ അഭിനയിക്കുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന മറുപടിയാണ് ഇത്തരത്തിൽ നടിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അങ്ങനെ നടി നൽകിയ മൊഴിയെ ക്രോസ് ചെയ്ത് ചില കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ പ്രതിഭാഗം അഭിഭാഷകൻ വിജയിച്ചു. അതാണ് ദിലീപിന് കോടതി
കുറ്റവിമുക്തനാക്കി പ്രഖ്യാപിക്കാൻ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാറിയത്. നടിയെ ആക്രമിച്ച കേസിലെ വിവാദമായ ഒന്നായിരുന്നു വ്യാജ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. തനിക്കെതിരെയാണ് ഗൂഢാലോചന നടക്കുന്നതെന്ന് തെളിയിക്കാൻ ദിലീപ് തന്നെയായിരുന്നു ദിലീപിനെ പൂട്ടണമെന്ന ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ല. ഗ്രൂപ്പിന്റെ വിശദാംശങ്ങൾ അന്വേഷണ സംഘത്തിന് പങ്കുവച്ച് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരെ വിസ്തരിച്ചില്ല എന്നും കോടതിയുടെ ഉത്തരവിൽ പറയുന്നു. ദിലീപിനെ പൂട്ടണം എന്ന പേരിലുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ആദ്യഘട്ടത്തിൽ, അതായത് ദിലീപ് അറസ്റ്റിലായ ഘട്ടത്തിലൊക്കെ അങ്ങേയറ്റം പ്രചരിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നതാണ്. അതായത് ഷോൺ ജോർജിനാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. അത് ഷോൺ ജോർജ് PW 182-നും അതുപോലെ അനൂപിന്, അതായത് ദിലീപിന്റെ സഹോദരൻ അനൂപിന് ഫോർവേഡ് ചെയ്തതായി പറയുന്നുണ്ട്. ഈ ദിലീപിന്റെ സഹോദരൻ അനൂപിന്റെ ഫോണിൽ നിന്നുമാണ് ഫോറൻസിക് സംഘം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ സ്ക്രീൻഷോട്ട് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം അന്വേഷണ സംഘം ഷോൺ ജോർജിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതി ചേർത്തിരുന്നു. മാത്രമല്ല ഷോൺ ജോർജിന്റെ ഈ ഫോൺ ഷോൺ ജോർജ് ഈ ഫോൺ സറണ്ടർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ കോടതിയിൽ വിസ്തരിക്കാത്തത് എന്നാണ് കോടതിയുടെ ചോദ്യം. അങ്ങനെയാണ് പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ദിലീപ് ഇരവാദം ഉന്നയിക്കുന്നു എന്നായിരുന്നു ആ സമയത്ത് അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നത്. അങ്ങനെയാണ്, അതായത് പ്രമുഖരായ മാധ്യമ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, പോലീസ് ഉദ്യോഗസ്ഥർ, ആക്ടിവിസ്റ്റുകൾ തുടങ്ങിയ ആളുകളെയൊക്കെ ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ, സന്ധ്യ IPS, DB മിനി, അതുപോലെ ആലപ്പി അഷ്റഫ്, ആഷി കപൂർ, പ്രമോദ് രാമൻ, നികേഷ് കുമാർ തുടങ്ങിയ ആളുകളൊക്കെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ വ്യാജ ID ഉണ്ടാക്കിയാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരായ ഒരാളെ കോടതിയിൽ ഹാജരാക്കാൻ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ വിമുഖത കാണിച്ചത് എന്നാണ് കോടതിയുടെ ചോദ്യം. അതേസമയം പ്രോസിക്യൂഷൻ ഈ ഷോൺ ജോർജിനെ വിസ്തരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച വാദം പൊളിയുമായിരുന്നു. അങ്ങനെ ഒരു ആരോപണമാണ്. അതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസിനെ മാറ്റി നിർത്തിയത് എന്നൊരു സാഹചര്യത്തിലേക്കും അങ്ങനെയുള്ള വിമർശനത്തിലേക്കും ആരോപണത്തിലേക്കും ഈ ഒരു നീക്കം നീങ്ങുന്നുണ്ട്. എന്തായാലും ജഡ്ജിന്റെ ചോദ്യം അങ്ങേയറ്റം റെലവൻ്റായും അങ്ങേയറ്റം പ്രാധാന്യത്തോടെയും തുടർന്നുണ്ട്. എന്തുകൊണ്ട് ഷോൺ ജോർജിനെ വിചാരണ ചെയ്തില്ല അല്ലെങ്കിൽ വിസ്തരിച്ചില്ല എന്നൊരു ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, പ്രമോദ് രാമൻ പോലീസിന് നൽകിയ മൊഴിയിലും കോടതിയിൽ നൽകിയ മൊഴിയിലും പോലീസ് തന്നോട് പറഞ്ഞിരുന്നു ഷോൺ ജോർജ് ആണ് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തത്, ഷോൺ ജോർജിന് ഫോർവേഡ് ചെയ്ത് കിട്ടിയ മെസ്സേജാണ്, സ്ക്രീൻഷോട്ട് ആണ് എന്നുള്ള കാര്യം പോലീസിനോട് ഷോൺ ജോർജ് പറഞ്ഞിരുന്നതായി പോലീസിന് നൽകിയിരുന്ന മൊഴിയിലും പ്രമോദ് രാമൻ, അതുപോലെ കോടതിയിലും പ്രമോദ് രാമൻ ഇത് വിസ്താര സമയത്ത് പറഞ്ഞിരുന്ന ഒരു സാഹചര്യം കൂടി. അങ്ങനെ വളരെ കൃത്യമായി ഷോൺ ജോർജിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാമായിരുന്നു. അതല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ഷോൺ ജോർജ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഷോൺ ജോർജിനെ വിസ്തരിക്കാതിരുന്നത് എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അത് പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുകയാണ്. മാത്രമല്ല, ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് 2017 ദിലീപ് അറസ്റ്റിലാവുന്ന ഘട്ടത്തിൽ ദിലീപിനെ പൂട്ടണമെന്ന് പറയുന്ന ടൈറ്റോട് ഉണ്ടാക്കിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ദിലീപ് ഇരവാദം ഉന്നയിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു നീക്കം ദിലീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ദിലീപ് പൊതുജനങ്ങളെയും കോടതിയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു കാര്യമായിരുന്നു അന്ന് അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. അതിൽ കൂടി വ്യക്തതയുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഉന്നയിച്ചിരിക്കുന്ന വാദങ്ങൾ തെളിവ് സഹിതം പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഈ വിധി പ്രസ്താവത്തിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ അറസ്റ്റ് സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമായിരുന്നു. എന്നാൽ കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത് മുഖ്യപ്രതി പൾസ് സുനിക്ക് ശിക്ഷ കുറഞ്ഞുപോയി എന്ന വിലയിരുത്തലും തിരിച്ചടിയാകുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിലേക്ക് അതിജീവിതയെ ക്ഷണിച്ചതിലൂടെ ഒപ്പമുണ്ടെന്ന സന്ദേശം നൽകുകയാണ് സർക്കാർ. വിധിക്കെതിരെ വൈകാതെ തന്നെ അപ്പീൽ ഫയൽ ചെയ്യാനാണ് സർക്കാർ തീരുമാനം. നടിയെ ആക്രമിച്ച കേസിൽ 2017 ആരോപണ വിധേയനാകുമ്പോൾ മലയാള സിനിമയിലെ സർവ്വശക്തനായിരുന്നു ദിലീപ്. മലയാള സിനിമാ വ്യവസായത്തെ തന്നെ നിയന്ത്രിച്ചിരുന്ന ഏറ്റവും പ്രധാനിയായിരുന്ന അത്തരമൊരാൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ അത് വെറും ആരോപണമായി തന്നെ തീരുമോ, അറസ്റ്റിലേക്ക് പോകുമെന്ന കാര്യം വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ആശങ്കപ്പെട്ടവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരുന്നു ദിലീപ് എന്ന മലയാള സിനിമയിലെ സർവ്വശക്തനെതിരെ അന്ന് നടപടിയെടുക്കുകയും അയാളെ ഏതാണ്ട് 3 മാസത്തോളം ജയിലിലടയ്ക്കാനും സർക്കാർ തയ്യാറായത് വലിയ രാഷ്ട്രീയ നേട്ടമായി, പിണറായി സർക്കാരിന് വലിയ രാഷ്ട്രീയ നേട്ടമായി അത് കൊട്ടിഘോഷിക്കപ്പെട്ടു. അതിന്റെ ഒരു ഗുണം രാഷ്ട്രീയമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തിപരമായും ഇടതുമുന്നണിക്ക് രാഷ്ട്രീയമായി ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ കേസിന്റെ വിധി വരുമ്പോൾ
ദിലീപ് കുറ്റവിമുക്തനാവുകയും ദിലീപിന്റെ പേരിലുള്ള ഗൂഢാലോചന തെളിയിക്കപ്പെടാൻ കഴിയാതെ പോവുകയും ചെയ്തപ്പോൾ പ്രോസിക്യൂഷൻ പ്രതിരോധത്തിലായി അത് സർക്കാരിനും അത് നാണക്കേട് അല്ലെങ്കിൽ സർക്കാരിനും തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പ്രധാന പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും ദിലീപ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായ ഒരു കുറ്റാരോപിതൻ വെറുതെ വിടുമ്പോൾ അത് വലിയ രാഷ്ട്രീയ തിരിച്ചടിയായി മാറുമെന്ന ആശങ്ക സർക്കാരിനുണ്ട്. അത്തരം ചില വിമർശനങ്ങൾ പ്രോസിക്യൂഷന്റെ പരാജയങ്ങളടക്കം ഉയർന്നു വരികയും ചെയ്തു. അതുകൊണ്ടാണ് എല്ലാ പരിമിതികളും മാറ്റിവെച്ചുകൊണ്ട് എല്ലാ വീഴ്ചകളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ വീണ്ടും ഒരു അപ്പീൽ പോകാൻ സർക്കാർ തയ്യാറെടുക്കുന്നത്. അത് നേരത്തെ തന്നെ ഈ വിധി വന്നപ്പോൾ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ അപ്പീൽ പോകും. ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നതുവരെ ഇരയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന ഒരു സന്ദേശം സർക്കാർ നൽകുകയും ചെയ്തു. അതിനെ കൂടുതൽ ബലം നൽകുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര ദിനത്തിൽ പോലും അതിജീവിതയെ വിളിച്ചത്. അതിജീവിതയെ ഇരയെ ചേർത്ത് നിർത്തുന്നതാണ് സർക്കാർ നിലപാടെന്ന് ഉള്ള പ്രഖ്യാപനമായത് മാറി. അതിനുശേഷം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും ഇരയെ ക്ഷണിച്ച് അവർക്ക് വേണ്ട ആത്മവിശ്വാസം നൽകി. മാനസികമായി വളരെ സമ്മർദ്ദത്തിലായ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ അവരെ ചേർത്ത് നിർത്താൻ സർക്കാർ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി കൂടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ച. ഇതിൽ സർക്കാർ ചെയ്യാൻ പോകുന്ന നിയമപരമായ നീക്കങ്ങളെല്ലാം അവരോട് മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള നിയമ പോരാട്ടത്തിന് സർക്കാർ തയ്യാറെടുക്കുന്നതായും അവരെ അറിയിച്ചു. അതും ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ്. ഇനിയുള്ള പ്രശ്നങ്ങളിലും ഇരയ്ക്കൊപ്പം ഉണ്ടാകും. ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ആരായാലും അവർക്കെതിരെ സർക്കാരിന്റെ നിയമ നടപടികൾ ഉണ്ടാകും. അന്വേഷണ സംവിധാനങ്ങൾ അവർക്കെതിരെ എപ്പോഴും ജാഗ്രതയോടെ ഉണ്ടാകുമെന്നൊരു സന്ദേശം സംസ്ഥാനത്തെ സ്ത്രീ സമൂഹത്തിലൂടെ നൽകുന്ന ഒരു നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അത് ഇത്തരം ഒരു തിരിച്ചടിയായി വിധി മാറുമോ എന്ന ആശങ്കയിൽ നിന്നുകൂടി ഉണ്ടായ സർക്കാരിന്റെ ഒരു നീക്കമായി വേണം വിലയിരുത്താൻ. സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ പോലീസിൽ പരാതി നൽകി നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിത. കേസിലെ പ്രതിയായ മാർട്ടിനാണ് അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ പോസ്റ്റ് ചെയ്തത്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് വീഡിയോയിൽ മാർട്ടിൻ പറയുന്നു. അതിജീവിതയുടെ പരാതിയിൽ പോലീസ് ഉടൻ തന്നെ കേസെടുക്കും. ദിലീപിനെതിരായ കേസിൽ കള്ളപ്രചാരണം നടന്നുവെന്ന് രാഹുൽ ഈശ്വർ. ദിലീപും പൾസർ സുനിയും ഒരുമിച്ചുള്ള ചിത്രം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ചിത്രമെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. സിറ്റിംഗ് വനിതാ ജഡ്ജിക്കെതിരെ സൈബർ അധിക്ഷേപം നടന്നിട്ടും ഒരു കേസുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പീഡന ആരോപണം നിലനിൽക്കുമോ എന്ന കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ഞാൻ പറഞ്ഞാനല്ലേ കോടതികൾ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 2 ഈ വ്യാജ ബലാത്സംഗ പരാതി കേസിൽ, ബാക്കി പരാതി കേസിലല്ല, വ്യാജ ബലാത്സംഗ പരാതി കേസിൽ ഞാൻ പറഞ്ഞാനല്ലേ കോടതി പറഞ്ഞു, സംശയം പ്രകടിപ്പിച്ചു, അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞു. ഒരു കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞാൽ അതിനർത്ഥം പരാതി വ്യാജമാണെന്നല്ലേ. ഞാൻ ശ്രീ ദിലീപിന്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ. പക്ഷെ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്, ഞാൻ ശരിയായി എന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത്. പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം. ആ വീട്ടിലും പുള്ളിക്കൊരു അമ്മയുണ്ട്, അമ്മയില്ലേ? ആ വീട്ടിൽ പുള്ളിക്കൊരു ഭാര്യയില്ലേ? 2 പെൺമക്കളല്ലേ അവിടെ ഉള്ളത്? എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി. പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. മറ്റു വാർത്തകൾ. CPM പ്രവർത്തകനെതിരായ വധശ്രമ കേസിൽ BJPയുടെ നിയുക്ത വാർഡ് കൌൺസിലർക്ക് 36 വർഷം തടവ്. തലശ്ശേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പ്രശാന്തിനാണ് തടവ് ശിക്ഷ. ഇയാൾ ഉൾപ്പെടെ 10 BJP പ്രവർത്തകർക്ക് കോടതി ശിക്ഷ വിധിച്ചു. CPM പ്രവർത്തകൻ P. രാജേഷിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് വിധി. 1,80,000 രൂപ വീതം പിഴയും ഒടുക്കണം. 2007 ഡിസംബർ 15-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. വിവരങ്ങളുമായി സുമേഷ് മൊറാഴ. സുമേഷ്, എന്താണ് വിധിയുടെ വിശദാംശങ്ങൾ? ഇതെങ്ങനെയാവും ബാധിക്കുക? ശ്രീജ, തലശ്ശേരി നഗരസഭ മുൻ കൌൺസിലറും CPM പ്രവർത്തകനുമായ കോടിയേരി കൊമ്മൽ വയലിലെ P. രാജേഷിനെ വീടാക്രമിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ഇപ്പോൾ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. ഇവരെ രാവിലെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരെ കോടതി ഇപ്പോൾ ശിക്ഷ പറഞ്ഞിരിക്കുന്നത്. അതിൽ 10 പേരാണ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളത്. തലശ്ശേരി നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത കൌൺസിലർ U. പ്രശാന്ത്, BJPയുടെ കൌൺസിലർ U. പ്രശാന്ത് ഉൾപ്പെടെയുള്ള 10 പേരെയാണ് ഇപ്പോൾ 10 പേരുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. 2007 ഡിസംബർ 15 രാത്രിയാണ് ഈ RSS സംഘം വീടാക്രമിച്ച് മുൻ കൌൺസിലറെയും അതുപോലെ സഹോദരി P. രഞ്ജിത്ത്, പിതൃ സഹോദരി ചന്ദ്രമതി ഉൾപ്പെടെ ഉള്ളവരെ ആക്രമിച്ചത്. ഈ ബോംബെറിഞ്ഞ് ഭീതി സൃഷ്ടിച്ച ശേഷം രാജേഷിനെ വെട്ടിക്കൊല്ലാനുള്ള ശ്രമം തടഞ്ഞപ്പോഴാണ് ഈ മറ്റ് 2 പേർക്കും ഈ പരിക്കേൽക്കുകയും ചെയ്തത്. അങ്ങനെ ഇവരെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിലാണ് ഇപ്പോൾ 10 പേരുടെ ശിക്ഷ
ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അത് കൊമ്മലവയൽ വാർഡ് BJP കൗൺസിലർ മൈലാട്ടി വീട്ടിൽ പ്രശാന്ത് എന്ന ഉപ്പേട്ട പ്രശാന്തൻ, കൊമ്മലവയലിലെ രാധാകൃഷ്ണൻ, വയലളം പറമ്പിൽ രാജശ്രീ ഭവനത്തിലെ രാധാകൃഷ്ണൻ, കൊമ്മലവയൽ മൈലാട്ടി ഹൗസിൽ PV സുരേഷ്, NC പ്രശോഭ്, മൂഴിക്കര കഴുങ്ങോട്ടടി K സുധീഷ് ഉൾപ്പെടെ അങ്ങനെ 10 പേരുടെ ശിക്ഷയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, സുമേഷ് മൊറാഴയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൈമാറിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. രാജ്യാന്തര പുരാവസ്തു കടത്ത് സംഘവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെട്ട സംഘത്തിന് ബന്ധമുണ്ടെന്നാണ് ചെന്നിത്തല SITക്ക് മൊഴി നൽകിയത്. ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയായിട്ടുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാറിനെ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് ശ്രീകുമാറിന്റെ അറസ്റ്റ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇതോടെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയിരിക്കുകയാണ്. ശ്രീകുമാറിനെതിരെയുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയപ്പോഴും തിരികെ ചെന്നൈയിൽ നിന്ന് അത് ശബരിമലയിലേക്ക് എത്തിച്ചപ്പോഴും ശ്രീകുമാർ ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോവുകയും പിന്നീട് അത് അവിടെ നിന്ന് ഉരുക്കി മാറ്റുകയും ചെയ്ത സംഭവങ്ങളെക്കുറിച്ച് ശ്രീകുമാറിന് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു. ഈ ഗൂഢാലോചനയിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ശ്രീകുമാർ പങ്കെടുത്തിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അതിനിടയിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം SITക്ക് നിർണായകമായ ചില വിവരങ്ങൾ കൈമാറിയത്. രമേശ് ചെന്നിത്തലയോട് ഈ പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിയ വ്യവസായിയെയും കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായി അന്വേഷണ സംഘം നേരിൽ കണ്ടവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴിയിൽ പ്രധാനമായി രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘത്തിന്, ക്ഷേത്രം ആന്റിക് സ്വർണ്ണക്കടത്ത് സംഘത്തിന് ഈ തട്ടിപ്പുമായും ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള സൂചനകളാണ് ഈ വ്യവസായം കൈമാറിയിരിക്കുന്നത്. രമേശ് ചെന്നിത്തല പറഞ്ഞ മൊഴി ശരിവെക്കുന്ന തരത്തിലുള്ള വാക്കുകൾ മൊഴിയായി തന്നെ ഈ വ്യവസായിയുടെ പക്കൽ നിന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ മൊഴിയിലെ വിശദാംശങ്ങളെക്കുറിച്ചും വലിയ തരത്തിലുള്ള അന്വേഷണമായിരിക്കും SIT നടത്തുക. ക്രിസ്മസ് അവധിക്ക് ശേഷം അടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ഈ സുപ്രധാനമായ വിവരങ്ങളും അതുമായി ബന്ധപ്പെട്ട SIT നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകളും അടക്കം റിപ്പോർട്ടിൽ സമഗ്രമായി തന്നെ പരാമർശിക്കുമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസിന്റെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 19 വരും. ഹർജിയിൽ വാദം പൂർത്തിയായി. രേഖകൾ കൈമാറുന്നതിലെ എതിർപ്പ് SIT രേഖാമൂലം അറിയിച്ചു. EDക്ക് രേഖകൾ കൈമാറിയാൽ SIT അന്വേഷണത്തെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കള്ളപ്പണ ഇടപാടുണ്ടെന്നും ഹൈക്കോടതി അനുമതിയോടെയാണ് അന്വേഷണമെന്നും ED വാദിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരായ പരാതിയിൽ പ്രാഥമിക അന്വേഷണം. DGPക്ക് നൽകിയ പരാതി ADGPക്ക് കൈമാറി. എന്നാൽ കേസെടുക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടെന്നാണ് വിവരം. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ച് തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതി നൽകിയത്. ഗാനം മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമിന്റെ പ്രതികരണത്തിൽ വിമർശനവുമായി കോൺഗ്രസും രംഗത്ത് വന്നു. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്ന് കാണിച്ചുകൊണ്ടാണ് തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല ഒരു പരാതി പോലീസിന് നൽകിയിരിക്കുന്നത്. ആ പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവി ADGPക്ക് കൈമാറിയിരിക്കുന്നത്. പക്ഷേ അതിൽ കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായൊരു നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ പരാതിയിൽ കേസെടുക്കുന്ന തുടർ നീക്കങ്ങളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു, വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കമാണ് ഉണ്ടായത് എന്നാണ് ഈ പരാതിയിലെ പരാമർശം. അതിനെ പിന്തുണച്ചുകൊണ്ട് രാജു എബ്രഹാമും ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അതേസമയം അതൊരിക്കലും അത്തരമൊരു നടപടിയല്ല. അതിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതിൽ ആ ട്യൂൺ മാത്രം അങ്ങനെ വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അതായത് ഒരു അയ്യപ്പ ഭക്തഗാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്യൂൺ
ആ പാരഡി ഗാനത്തിന് ഉണ്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് അതൊരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് വിമർശനാത്മകമായി ചെയ്ത ഒരു പാരഡി ഗാനമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ വിശ്വാസികളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒന്നുമില്ല എന്ന നിലപാടിലാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ ഈ പാട്ട് എഴുതിയവരും അത് പാടിയവരുമൊക്കെ. അതേസമയം ഈ പരാതി ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയാകണമെന്ന കാര്യത്തിൽ ഒരു നിയമോപദേശം തേടിയിരിക്കുകയാണ് പോലീസ്. അതിനുശേഷമായിരിക്കും ഇതിൽ കേസ് എടുക്കണമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. പോറ്റിയെ കേറ്റിയെ പാട്ടിൽ CPM-ന് എന്താണ് നൊന്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളിക്കെതിരായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കും. കടകംപള്ളിക്കെതിരെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും VD സതീശൻ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് സതീശനെ വെല്ലുവിളിച്ച് കടകംപള്ളി സുരേന്ദ്രൻ MLA. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തനിക്കെതിരെ തെളിവുണ്ടെങ്കിൽ കോടതിയിൽ ഹാജരാക്കാനാണ് വെല്ലുവിളി. രാഷ്ട്രീയം മാന്യമായി പ്രവർത്തിക്കാനുള്ളതാണെന്നും സതീശൻ നേരില്ലാത്ത രാഷ്ട്രീയക്കാരനാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു പാരഡി ഗാനത്തിൽ കലങ്ങിപ്പോകുന്നതല്ല തങ്ങളുടെ രാഷ്ട്രീയമെന്ന് EP ജയരാജൻ. പാരഡി ഗാനം ജനങ്ങളെ സ്വാധീനിച്ചിട്ടില്ല. പോലീസിൽ പരാതി പോയിട്ടുണ്ടെന്നും ബാക്കി പോലീസ് തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളി കാരണം വോട്ട് കുറഞ്ഞു എന്ന പ്രചാരണം ദുരുദ്ദേശപരമാണെന്നും EP ജയരാജൻ. ഞാൻ ആ പാട്ട് കേട്ടിട്ടില്ല. ഇനിയൊരു കാര്യം ചെയ്യാം, DGPക്ക് കൊടുത്തല്ലോ, DGP അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കട്ടെ. പാട്ടിൻ്റെ അകത്ത് കലങ്ങിപ്പോകുന്നതല്ല ഞങ്ങളുടെ രാഷ്ട്രീയം. ഒരാൾ SNDP യോഗത്തിൻ്റെ നേതാവാണ്, അയാൾ മുഖ്യമന്ത്രിയോടൊപ്പം വന്നു. അതുകൊണ്ട് വോട്ടിങ്ങനെ വരുമെന്നോ വോട്ട് പോകുമെന്നോ ഒന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് എങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇതെല്ലാം ദുരുദ്ദേശപരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളും തെറ്റായിട്ടുള്ള നിലപാടുകളും. അതിൻ്റെ ഒന്ന് പിന്നാലെ പോകേണ്ട ഗതികേടൊന്നും CPM-നില്ല. പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി ഗാനത്തിനെതിരെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. അയ്യപ്പനെ പ്രചാരണത്തിന് ഉപയോഗിച്ചത് ചട്ടലംഘനമെന്നാണ് CPM-ന്റെ ആരോപണം. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയാണിതെന്നും നാളെ ജില്ലാ കമ്മിറ്റിക്ക് ശേഷം പരാതി നൽകുമെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായതുകൊണ്ട് ഇത് ഞങ്ങൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. അപ്പോൾ നാളെ കൂടുന്ന പാർട്ടി കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പേരിൽ പരാതി നൽകും. കാരണം ഈ പാട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. വ്യാപകമായി ഈ പാട്ട് പാടി നടന്ന നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമായിട്ടാണ് ഈ നടപടിയെ കാണാൻ കഴിയുക. ഒരു പാട്ടിനെ പേടിക്കുന്ന ദുർബലമായ പാർട്ടിയായി CPM മാറിയോ എന്ന PC വിഷ്ണുനാഥ്. ഒരു പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണെന്നും CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുന്നത് അങ്ങേയറ്റം ദയനീയമാണെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നു, കോൺക്ലേവുകൾ നടത്തുന്നു, പത്രപരസ്യങ്ങൾ കൊടുക്കുന്നു, വീഡിയോകൾ ഇറക്കുന്നു. ഞങ്ങൾക്കാണെങ്കിൽ അതിനൊന്നുമുള്ള പൈസ ഇല്ലാതിരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ ഡൽഹിയിലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണക്കള്ള അടക്കമുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയാത്ത ഒരു പാട്ട്, പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെന്ന് പറഞ്ഞൊരു പാട്ട്, അത് എഴുതിയ ആരാണെന്ന് അറിയില്ല, പാടിയ ആളുകളെ അറിയില്ല. പക്ഷേ ആ പാട്ട് ആ വിഷയത്തെ തെരഞ്ഞെടുപ്പിൽ സജീവമാക്കി നിലനിർത്തുന്നതിന് കാരണമായി എന്ന് ഡൽഹിയിലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അപ്പോൾ ആ പാട്ടിൽ ഇപ്പോൾ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും, പരാതി കൊടുക്കും എന്നൊക്കെ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഒരു പാട്ടിനെ പേടിക്കുന്ന അത്ര ദുർബലമായ ഒരു പാർട്ടിയായി കേരളത്തിലെ CPM പാർട്ടി മാറിക്കഴിഞ്ഞോ? കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പാട്ടും പാരഡി പാട്ടും ഒക്കെ എത്രയോ തെരഞ്ഞെടുപ്പുകൾ വന്നിട്ടുണ്ട്. ആ പാട്ടുകൾക്കെതിരെ ആരെങ്കിലും പരാതിയായിട്ട് പോയിട്ടുണ്ടോ? അപ്പോൾ ഈ പാട്ട് സമാനമായ ലീഡർ ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നാദിർ ഷായും കലാഭവൻ മണിയും ഇത് ഈണത്തിൽ പാരഡി പാട്ട് പാടിയത് ഞാൻ പല മാധ്യമങ്ങളിൽ കൂടിയും കാണാനിടയായി. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പാട്ടും പാരഡി പാട്ടുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പാരഡി പാട്ടിനെതിരെ പരാതിയുമായി പോകുന്നത് അത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. ആ കോമഡിയിലേക്കാണ് ഇപ്പോൾ CPM എത്തിയിരിക്കുന്നത്. ഇന്നലെ വരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുക, എന്നിട്ട് ഒരു പാട്ട്
ഞങ്ങളെ പേടിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് പോലീസിലോട്ട് പോവുക, ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോവുക, ഈ ഒരു അവസ്ഥ അത് അങ്ങേയറ്റം ദയനീയമാണ്. പോറ്റിയെ കേറ്റി എന്ന പാരഡി ഗാനത്തിന്റെ പേരിൽ കോളേജിൽ സംഘർഷം. കാര്യവട്ടം ക്യാമ്പസിലാണ് SFI KSU വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ച KSU നേതാവിന് സ്വീകരണം നൽകുന്നതിനിടെ പാട്ട് കേൾപ്പിച്ചതുമായി ബന്ധപ്പെട്ടായിരുന്നു തർക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 2 മാസത്തിനകം വികസന പദ്ധതികൾ പൂർത്തിയാക്കണം. പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രിമാർ നേരിട്ട് മേൽനോട്ടം വഹിക്കണമെന്നും മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മാർച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന കണക്കുകൂട്ടലാണ് നീക്കം. മസാല ബോണ്ടിലെ കാരണം കാണിക്കൽ നോട്ടീസിൽ EDയുടെ അപ്പീൽ. നോട്ടീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടപടി. അന്വേഷണം തുടരാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി. മന്ത്രി സജി ചെറിയാന്റെ ഔദ്യോഗിക വാഹനത്തിന്റെ പിന്നിലെ ടയർ യാത്രക്കിടെ ഊരിത്തെറിച്ചു. ഇന്ന് രാവിലെ ചെങ്ങന്നൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെ വാമനപുരത്തിനടുത്ത് വെച്ചായിരുന്നു സംഭവം. മറ്റ് അപകടമോ പരുക്കോ ഇല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിൽ നിന്ന് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത്. വാമനപുരം വെഞ്ഞാറമൂട് സമീപം വാമനപുരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മന്ത്രി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം 8-ാം നമ്പർ വാഹനത്തിന്റെ സർക്കാർ വാഹനത്തിന്റെ ടയർ ഊരിത്തെറിക്കുകയായിരുന്നു. സമയം മന്ത്രിയും മറ്റ് സ്റ്റാഫംഗങ്ങളും വാഹനത്തിലുണ്ടായിരുന്നു. അത്ഭുതകരമായാണ് അവർ രക്ഷപ്പെട്ടത്. ഒരു ടയർ പൂർണ്ണമായും ഊരി തെറിച്ചു പോവുകയായിരുന്നു. ഏതായാലും പരിക്കുകളുമില്ലാതെ മന്ത്രി രക്ഷപ്പെട്ടു. പക്ഷേ ഈ സംഭവത്തിൽ അന്വേഷണം വേണമെന്നൊരാവശ്യം മന്ത്രി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അസ്വാഭാവികത ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് മന്ത്രി സജി ചെറിയാൻ ന്യൂസ് 18നോട് പറഞ്ഞത്. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ക്യാബിനറ്റിന് വരാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വെഞ്ഞാറമൂട്ടിൽ വെച്ചാണ് രാവിലെ ഒരു 7 മണിക്ക് സംഭവം ഉണ്ടാകുന്നത്. ഞാനിരിക്കുന്ന സൈഡിലെ വീടങ്ങ് ഊരിപ്പോയി. അപ്പം വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് വേണേൽ പറയാം. അപ്പം ഈ വണ്ടി ഞാൻ വീട്ടിലിടാറില്ല. വണ്ടി സർക്കാർ വണ്ടിയായിരുന്നു ഗസ്റ്റ് ഹൗസ് ആയിരുന്നു ചെങ്ങന്നൂർ. അപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഈ വണ്ടി ഇട്ട് ഇനി പ്രത്യേകിച്ച് ഈ ഇന്നോവ ക്രിസ്റ്റ ആയതുകൊണ്ട് സാധാരണ ഇങ്ങനൊരു മെക്കാനിക്കൽ ഭാഗം നോക്കിയാൽ അങ്ങനെ ഇതൊരു കേട്ടിട്ടില്ല. ഇത് വീട് ഊരി പോകും. അതെ, മാത്രമല്ല 500 കിലോമീറ്റർ നമ്മളിപ്പോ സർവീസ് ചെയ്ത് 500 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓഹോ, പ്രോപ്പറായി സർവീസ് ചെയ്യുന്ന വണ്ടിയാണ്. ഞാൻ മന്ത്രിയായ ശേഷം നമുക്ക് വന്ന വണ്ടിയാണ്, പുതിയ വണ്ടിയാണ്. ചെങ്ങന്നൂരിലെ വസതിയിലുള്ളപ്പോൾ മന്ത്രിയുടെ വാഹനം ഗസ്റ്റ് ഹൗസിലാണ് പാർക്ക് ചെയ്യാറുള്ളത്. ഇന്നലെയും അവിടെയായിരുന്നു വാഹനം പാർക്ക് ചെയ്തിരുന്ന മന്ത്രി പറയുന്നു. രാത്രി ഈ ഗസ്റ്റ് ഹൗസിൽ കറണ്ട് പോയതായും പറയപ്പെടുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഉണ്ടെന്ന കാര്യമാകും പോലീസ് അന്വേഷിക്കുക. മന്ത്രിക്ക് അത്തരം സംശയമുണ്ട്. സജി ചെറിയാൻ മന്ത്രിയായ അവസരത്തിൽ സർക്കാർ അനുവദിച്ച വാഹനമാണ്. കൃത്യമായി മെയിൻ്റനൻസ് ഒക്കെ നടത്തുന്ന വാഹനമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സർവീസ് കഴിഞ്ഞിട്ട് 500 കിലോമീറ്റർ മാത്രമാണ് പിന്നീട് ഓടിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സർവീസ് മെയിൻ്റനൻസിന്റെ ഭാഗമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പ്രാഥമിക നിഗമനം. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറിയുണ്ടോ, അപകടത്തിൽ മന്ത്രിയെ പെടുത്താൻ ആരെങ്കിലും ചെയ്തതാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ സംശയം ഉയർന്നിട്ടുള്ളത്. ഏതായാലും വളരെ അത്ഭുതകരമായി മന്ത്രിയും കൂടെയുള്ളവരും രക്ഷപ്പെട്ടിരിക്കുന്നു. വിശദമായ അന്വേഷണത്തിന് പോലീസും തയ്യാറെടുക്കുകയാണ്. സർക്കാരും ഗവർണറും പിടിവാശി അവസാനിപ്പിച്ചതോടെ KTU VC-യായി സിസ തോമസ് ചുമതലയേറ്റു. ഗവർണർ നിർദ്ദേശിച്ച ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും സർക്കാർ മുന്നോട്ട് വെച്ച സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലറായും നിയമിച്ചതോടെയാണ് സമവായമായത്. ഈ
വലിയ തർക്കങ്ങൾക്കും നിയമപോരാട്ടങ്ങൾക്കും ഒടുവിലാണ് രണ്ട് സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ സർക്കാരും ഗവർണറും കൈകോർത്തത്. രണ്ട് പക്ഷത്തിനും നഷ്ടമുണ്ടാകും. അതായത് വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ രണ്ടുപേരുടെയും അധികാരം നഷ്ടപ്പെടും. അത് സുപ്രീം കോടതിയുടെ അധീനതയിൽ വരുമെന്ന ആശങ്ക ശക്തമായതോടുകൂടിയാണ് മുഖ്യമന്ത്രിയും ഗവർണറും ഒത്തുതീർപ്പിന് വഴങ്ങിയത്. മുഖ്യമന്ത്രിയുടെ ക്രിസ്മസ് പുതുവത്സര വിരുന്നിന് ഗവർണറെ ക്ഷണിക്കാൻ ലോക്ഭവനിലെത്തിയപ്പോഴായിരുന്നു നിർണായകമായ കൂടിക്കാഴ്ച നടന്നത്. സജി ഗോപിനാഥിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് മുഖ്യമന്ത്രി ഗവർണറോട് ആവശ്യപ്പെട്ടു. അങ്ങനെയെങ്കിൽ സിസ തോമസിനെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC ആക്കാനുള്ള തീരുമാനത്തിൽ യോജിക്കണമെന്ന് ഗവർണറും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. രണ്ട് പക്ഷത്തു നിന്നും താല്പര്യമില്ലാത്ത VCമാരാണ് ഈ സർവകലാശാലകളിലേക്ക് വരേണ്ടതെങ്കിലും രണ്ടുപേരും ഒരു ഒത്തുതീർപ്പിന് വഴങ്ങുകയായിരുന്നു. അങ്ങനെ ടെക്നിക്കൽ സർവകലാശാലയുടെ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായ VCയെ നിയമിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവദിക്കുകയായിരുന്നു. അതിന് വഴങ്ങുകയായിരുന്നു ഗവർണറുടെ ലോക്ഭവന്റെ തീരുമാനത്തിന്. അതേപോലെ തന്നെ സജി ഗോപിനാഥ് ഗവർണർക്കും ലോക്ഭവനും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥനല്ല, താല്പര്യമില്ലാത്ത ഉദ്യോഗസ്ഥനാണ്, അക്കാഡമിഷ്യനാണ്. അദ്ദേഹത്തെ നിയമിക്കാൻ ഗവർണറും വഴങ്ങുകയായിരുന്നു. അങ്ങനെയാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയും അറിയിച്ചിട്ടുണ്ട്. അതോടുകൂടി വലിയൊരു പ്രതിസന്ധി ഭരണപരമായും അക്കാദമികമായും രണ്ട് പ്രധാനപ്പെട്ട സർവകലാശാലയിൽ നിലനിന്ന പ്രതിസന്ധിക്കാണ് അയവ് വരുന്നത്. വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ ഈ ടെക്നിക്കൽ സർവകലാശാലയിലേക്ക്, സാങ്കേതിക സർവകലാശാലയിലേക്ക് സിസ തോമസ് വരുമ്പോഴൊക്കെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പ്രതിഷേധിച്ച അതേ ജീവനക്കാരുടെ സംഘടനകൾ അവരെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. സിസ തോമസ് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. കഴിഞ്ഞതാണ്. വിദ്യാർത്ഥികളുടെ നന്മയെ കരുതിയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും, സർക്കാരുമായി ചേർന്നു പോകാനാകുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവച്ചു. പഴയ കാര്യം കഴിഞ്ഞില്ലേ? ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ നമ്മൾ? പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്തു പോകാനുള്ള ശ്രമം നടത്താം. ഡീറ്റർ സർവകലാശാല വൈസ് ചാൻസലറായ ഡോക്ടർ സജി ഗോപിനാഥും വൈകാതെ ചുമതലയേൽക്കും. അദ്ദേഹം തിരുവനന്തപുരത്ത് 2 ദിവസത്തിനുള്ളിൽ എത്തി ചുമതല ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. ഏതായാലും സർക്കാരും ഗവർണറുമായി ദീർഘനാൾ നീണ്ടുനിന്ന തർക്കം, നിയമ പോരാട്ടം, അതിനൊക്കെയാണ് ഒരു പര്യവസാനമുണ്ടായിരിക്കുന്നത്. പുതിയ തൊഴിലുറപ്പ് ബില്ലായ VBG റാംജിയിൽ ലോക്സഭയിൽ ചർച്ച തുടരുന്നു. ഇന്ന് പരമാവധി ചർച്ച നടത്താമെന്നും ബില്ലിന്മേൽ നാളെ വോട്ടെടുപ്പ് നടത്താമെന്നും ലോക്സഭാ സ്പീക്കർ വ്യക്തമാക്കി. വികസിത ഭാരതത്തിനായുള്ള ബില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാന്റെ പ്രതികരണം. എന്നാൽ മോദി സർക്കാർ തൊഴിലാളി വിരോധികളാണെന്നായിരുന്നു കോൺഗ്രസിന്റെ മറുപടി. നാഷണൽ ഹെറാൾഡ് കേസിലെ കോടതി വിധിക്ക് പിന്നാലെ ഇഡിക്കും കേന്ദ്രത്തിനുമെതിരെ പാർലമെന്റിന് മുന്നിൽ കോൺഗ്രസ് MPമാരുടെ പ്രതിഷേധം. സത്യമേവ ജയതേ എന്നെഴുതിയ ബാനർ ഉയർത്തിയാണ് MPമാർ പ്രതിഷേധിച്ചത്. വിധി സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജിവെക്കണമെന്നും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. करते हैं और न्याय सदा हमेशा की जो सत्य की हमेशा जीत होती है। इसीलिए मैं इस जजमेंट का स्वागत करता हूं। जो इसके लिए मेहनत करे हमारे लोग, उनको भी मैं अभिनंदन उनका भी करता हूं। और आप लोग इतने ठंडी में आए, आपको भी धन्यवाद। थैंक यू। കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രം ഇന്നലെയാണ് ഡൽഹിയിലെ PMLA കോടതി തള്ളിയത്. തിരുവനന്തപുരം മേയറെ തീരുമാനിക്കാൻ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ ഇന്നോ നാളെയോ കേന്ദ്ര നേതൃത്വത്തെ കാണും. മറ്റന്നാൾ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും തീരുമാനം. സംസ്ഥാന വൈസ് പ്രസിഡന്റ് R ശ്രീലേഖ, സംസ്ഥാന സെക്രട്ടറി VV രാജേഷ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. ചില സർപ്രൈസ് പേരുകൾ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുമെന്ന സൂചനകളുമുണ്ട്. RSSന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ജില്ലാ കോർ കമ്മിറ്റി അടക്കം ചേരുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ മനസ്സറിഞ്ഞ ശേഷമാകും തീരുമാനം. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് അവകാശവാദവുമായി മുസ്ലിം ലീഗ്. കോൺഗ്രസിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചാലും മുന്നണി സംവിധാനത്തിൽ ചില മര്യാദകളുണ്ടെന്ന് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ന്യൂസ് 18നോട് പറഞ്ഞു. പദവിക്കായി മുസ്ലിം ലീഗ് ഔദ്യോഗികമായി തന്നെ അവകാശവാദം ഉന്നയിക്കാനാണ് ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് VK മിനിമോളുടെയും ദീപ്തി മേരി വർഗീസിന്റെയും പേരുകളാണ് പരിഗണിക്കുന്നത്. തർക്കമുണ്ടായാൽ മേയർ സ്ഥാനം 2.5 വർഷം വീതം പങ്കിടാനും ആലോചനയുണ്ട്.
കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സംബന്ധിച്ചാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ കൊച്ചി കോർപ്പറേഷനിൽ UDFന് മികച്ച നേട്ടമുണ്ടായി. അതിൽ 47 സീറ്റുകൾ ആകെ നേടിയാൽ 43 സീറ്റുകളും കോൺഗ്രസിന് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് തന്നെ ഒരാൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും എത്താൻ തന്നെയുള്ള ഒരു സാഹചര്യവും ചർച്ചകളുമാണ് ഇപ്പോൾ തുടരുന്നത്. അതിനിടയിലാണ് മുസ്ലിം ലീഗ് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാദാൻ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ലീഗ് ഔദ്യോഗികമായി തന്നെ ഈ സ്ഥാനം ആവശ്യപ്പെടും. പ്രത്യേകിച്ച് മുന്നണി മര്യാദകൾ എന്ന ഒരു കാര്യമുണ്ട്. അക്കാര്യങ്ങളിൽ നിലനിന്നുകൊണ്ടായിരിക്കും ചർച്ചകൾ നടത്തുക എന്നത് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇപ്പോൾ തർക്കങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു മുന്നണി എന്ന സംവിധാനത്തിൽ പാലിക്കപ്പെടേണ്ട ചില വസ്തുതകളുണ്ട്. അതിൽ ഒരാൾക്ക് എത്ര സീറ്റ് തങ്ങൾക്ക് സ്വന്തമാക്കി എന്നതിലൂടെ അതിൻ്റെ ഒരു മര്യാദകൾ ലംഘിച്ചുകൂടാ. ഓരോരുത്തർക്കും അവകാശപ്പെട്ടത് ആ രീതിയിൽ തന്നെ നൽകേണ്ടത് ആ ഒരു സംവിധാനത്തിൻ്റെ ഒരു ആവശ്യകതയാണ്. UDFൽ ഇക്കാര്യം ഔദ്യോഗികമായി ഉന്നയിക്കുമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ലീഗ് 3 സീറ്റുകളാണ് ലീഗിന് ഉള്ളത്. ലീഗ് ഒരു സീറ്റ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക്, അതോടൊപ്പം തന്നെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് അടക്കമുള്ള ഒരു അവകാശവാദങ്ങളുമായി വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസിൽ ചർച്ചകൾ തുടങ്ങുന്നതേയുള്ളൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ഈ രീതിയിൽ തന്നെ കോൺഗ്രസിനകത്ത് ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. അഡ്വക്കേറ്റ് VK മിനിമോളും അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസുമാണ് പ്രധാനമായും ഇതിൽ പരിഗണിക്കപ്പെടുന്ന 2 പേരുകൾ. ഈ 2 പേരുകളിലേക്ക് ഇപ്പോൾ ചർച്ചകൾ കൂടുതൽ ഒതുങ്ങിയിട്ടുണ്ട്. ഇതിൽ VK മിനിമോൾ കഴിഞ്ഞ 3 ടേമുകളായിട്ട് കൗൺസിലറാണ്, പരിചയസമ്പന്നയാണ്. അതുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുമായുള്ള ഒരു അടുപ്പവും അവർ അത്തരം കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ കൗൺസിലടക്കം വലിയ രീതിയിൽ മികച്ച രീതിയിൽ അവർ പ്രവർത്തിച്ചതുകൊണ്ട് തന്നെ കൂടുതൽ ഒരു സാധ്യതകളെല്ലാം തന്നെ VK മിനിമോൾക്ക് കൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജാതി സമവാക്യങ്ങൾ കൂടി പാലിക്കണം എന്നൊരു ആവശ്യവും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ലത്തീൻ സമുദായവും ഇത്തരമൊരു ആവശ്യവുമായിട്ട് മുന്നോട്ട് വരുന്നു എന്ന് തന്നെയാണ് സൂചന. ഒപ്പം 2ാം പേരുകാരിയായ അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസും ഈ പേരുകളിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ടേം നിശ്ചയിച്ചുകൊണ്ട് 2.5 വർഷം വീതമുള്ള ഒരു ടേം നിശ്ചയിച്ചുകൊണ്ട് ഈ ഒരു ചർച്ചകൾ അവസാനിപ്പിക്കാനുള്ള ഒരു തീരുമാനവും കോൺഗ്രസിൽ നിന്ന് ഒരുപക്ഷെ ഉണ്ടായേക്കും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ ഒരു തർക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയിട്ടും ഇതാണ് സ്ഥിതിയെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ടേംസിലേക്കും എല്ലാം തന്നെ പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ജോസ് കെ മാണിക്ക് മറുപടിയില്ലെന്ന് PG ജോസഫ്. UDF മുന്നണി വികസനം ഇപ്പോൾ അജണ്ടയിലില്ല. അടിത്തറ നഷ്ടപ്പെട്ടവരെ മുന്നണിയിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല. ജനകീയ അടിത്തറ ശക്തിപ്പെടുത്തുക മാത്രമാണ് UDFന്റെ ലക്ഷ്യം. മുന്നണി വികസനം ആദ്യം ചർച്ച ചെയ്യേണ്ടത് UDFലാണ്. ഇതുവരെ അത്തരമൊരു ചർച്ച നടന്നിട്ടില്ല. ജോസ് കെ മാണിയുടെ പരാമർശങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്നും PG ജോസഫ് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെ LDFനെതിരെ ആഞ്ഞടിച്ച് കത്തോലിക്ക കോൺഗ്രസ്. ഭരണത്തോടുള്ള അസംതൃപ്തിയാണ് തെരഞ്ഞെടുപ്പിൽ പ്രകടമായത്. ഫലം LDFനുള്ള രാഷ്ട്രീയ മുന്നറിയിപ്പാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വലിയ അസംതൃപ്തി ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് മധ്യകേരളത്തിലെ ഫലമെന്നും ഫിലിപ്പ് കവിയിൽ പ്രതികരിച്ചു. പാലക്കാട് വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ നിർണായക ദൃശ്യങ്ങൾ ന്യൂസ് 18. മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലിയെ മർദ്ദിച്ച് അവശനാക്കിയതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്നാണ് വിവരം. ക്വട്ടേഷൻ സംഘത്തിന്റെ മുന്നിൽ വെച്ച് മുഹമ്മദ് അലി മകൻ അയച്ച ഓഡിയോ സംഭാഷണവും ന്യൂസ് 18 ലഭിച്ചു. ക്വട്ടേഷൻ നൽകിയത് ഉന്നത രാഷ്ട്രീയ നേതാവെന്ന സൂചനയുണ്ട്. മുഹമ്മദ് അലിയെ മർദ്ദിച്ച് അവശനാക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മോനെ അലി, എടാ 70 കോടി റുപ്യ ഞാൻ വളരെ പൈസ പറ്റിയതുണ്ട്. ആ പൈസ ഈ ആൾക്കാർക്ക് കൊടുക്കേ. ഇതിൻ്റെ ഒരു തെറ്റ് പറ്റിയതാണ്. എടാ അലി, ആ പൈസ ഓർക്ക് കൊടുക്ക്. പോലീസുകാരെ പിന്നാലെ പോയിട്ട് ഒരു കാര്യമല്ല. ഒരു ന്യൂസിലും കാര്യത്തിലും ഒന്നും വേണ്ട. ഓർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ. ഓർക്ക് ഞാൻ കൊടുക്കേണ്ട പൈസയാണ്. ഓലെ ഞാൻ കുറേ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് 70 കോടി കൊടുത്തിട്ട്. അല്ലാ, പോലീസിൻ്റെ പിന്നാലെ ന്യൂസിലും മറ്റോടത്തും ഒന്നും ഇനി പോയിട്ട് ഒരു കാര്യമല്ല. അല്ലാ. കൊല്ലത്ത് പോലീസുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പോലീസുകാരന് സസ്പെൻഷൻ. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ നവാസിനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. സേനയുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ് നവാസിൽ നിന്നുണ്ടായതെന്ന് ഉത്തരവിൽ പറയുന്നു. നവംബർ 6-ന് പുലർച്ചെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിക്ക് എത്തിയ വനിതാ പോലീസുകാരിക്ക് നേരെ അതിക്രമമുണ്ടായത്.
പോലീസ് ഉദ്യോഗസ്ഥർ കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചവറ പോലീസ് കേസെടുത്തിരുന്നു. പാലക്കാട് വാണിയംകുളത്ത് പെട്രോൾ പമ്പിന് തീ വെക്കാൻ ശ്രമം. ക്യാനിൽ വാങ്ങിയ പെട്രോൾ നിലത്തൊഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. വാണിയംകുളം ടൗണിലെ KM പെട്രോൾ പമ്പിലാണ് സംഭവം. 3 അംഗ സംഘം കുപ്പിയിൽ പെട്രോൾ ആവശ്യപ്പെടുകയും ബോട്ടിൽ ഇല്ലെന്ന് പറഞ്ഞ് ജീവനക്കാരനോട് പ്രകോപിതരാവുകയുമായിരുന്നു. തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ക്യാനിൽ നിന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താനായിരുന്നു ശ്രമം. സംഭവത്തെ തുടർന്ന് പമ്പ് മാനേജർ ഷൊർണൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. പാനൂർ പാറാട് വടിവാൾ ആക്രമണത്തിൽ CPM പ്രവർത്തകരായ 5 പേർ കൂടി അറസ്റ്റിൽ. മൈസൂരിൽ നിന്നാണ് പ്രതികളെ പിടിച്ചത്. ശരത്, ശ്രീജി, അശ്വന്ത്, ശ്രേയസ്, അതുൽ എന്നിവരാണ് പിടിയിലായത്. പിണറായി വെണ്ടുട്ടായിലെ സ്ഫോടനം ക്രിസ്മസ് പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പടക്കം പൊട്ടിച്ചത് മൂലമെന്ന് EP ജയരാജൻ. ചരടുകൊണ്ട് കെട്ടിയ പടക്കമാണ് അപകടമുണ്ടാക്കിയത്. പാറാട് വടിവാൾ ആക്രമണം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല. അക്രമികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്തുവെന്നും ജയരാജൻ പറഞ്ഞു. വെണ്ടുട്ടായിൽ യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള ബോംബ് സ്ഫോടനവുമല്ല. അവിടെ ഒരു സാധാരണഗതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ചരട് കൊണ്ട് കെട്ടി ആ ചരട് കൊണ്ട് കെട്ടിയുണ്ടാക്കുന്ന പടക്കം ആ കെട്ട് അല്പം മുറുകിപ്പോയാൽ സ്ഫോടനം ഉണ്ടാകും. അതിൻ്റെ വളരെ പ്രാക്ടിക്കലായി അനുഭവസ്ഥരല്ലെങ്കിൽ അപകടം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു അപകടമാണ്. ആ അപകടത്തെ ബോംബ് സ്ഫോടനമായും ആക്രമണോത്സുകമായിട്ടുള്ള തയ്യാറെടുപ്പാണെന്നൊക്കെ വ്യാഖ്യാനിച്ച് ദയവ് ചെയ്ത് നമ്മുടെ സമാധാന അന്തരീക്ഷത്തെ ആരും തകർക്കരുത്. പത്തനംതിട്ട കോന്നിയിൽ KSEB താൽക്കാലിക ജീവനക്കാരൻ ഷോക്കേറ്റ് മരിച്ചു. കോന്നി മുരിങ്ങമംഗലം ഭാഗത്ത് വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിനിടയിലാണ് ജീവനക്കാരന് ഷോക്കേറ്റത്. കലഞ്ഞൂർ സ്വദേശി സുബീഷാണ് മരിച്ചത്. വൈദ്യുത പോസ്റ്റ് മാറ്റുന്നതിനിടയിലായിരുന്നു അപകടം. KSEBയുടെ താൽക്കാലിക ജീവനക്കാരൻ കലഞ്ഞൂർ സ്വദേശിയായ സുബീഷ് ഈ പോസ്റ്റിന് മുകളിൽ പണി ചെയ്ത സമയത്താണ് താഴെ വീണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. എന്തായാലും പ്രദേശവാസികളെല്ലാം ഇവിടെ സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. എങ്ങനെ അമ്മയാണ് കണ്ടത്? ഞങ്ങളെല്ലാവരും കണ്ടു. ഞങ്ങളിവിടെ നിൽക്കുകയല്ലേ, വലിയൊരു ശബ്ദമായിട്ട് കേട്ട ഉടനെ ഞങ്ങൾ മേപ്പോട്ട് നോക്കുമ്പോൾ തീയും കരിയുന്ന കണ്ടു. ഒരാൾ കീഴ്പ്പെട്ട് വന്ന് കുത്തോന്ന് ഇവിടെ താഴെ വീണു. അത്രയുമായിട്ടേ കഴിഞ്ഞു. പിന്നെ എല്ലാവരും എടുത്തിട്ട് അടിക്കുകയോ ഇടിക്കുകയോ ഒക്കെ ചെയ്തു. പിന്നെ കാറയിൽ ഉടനെ എടുത്തിട്ട് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയി. അന്നേരമേ കൊണ്ടുപോയി. എന്തായാലും ഞാൻ ചോദിക്കട്ടെ, ഇത് KSEBയുടെ ഒരു ഇതാണ്. കാരണം സ്വാഭാവികമായിട്ട് KSEB ലൈനൊക്കെ ഓഫ് ചെയ്തിട്ടാണ് സാധാരണ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ വന്നാൽ KSEB സാധാരണ ലൈൻ ഓഫ് ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഷോക്ക് ഏൽക്കാൻ സാധ്യത. അങ്ങനെ പറയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ? തീർച്ചയായിട്ടും KSEBയുടെ വീഴ്ച തന്നെയാണല്ലോ. ഇവിടെ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്തിട്ട് പിന്നെ അത് വന്നു എന്ന് പറയുമ്പോൾ എന്തോ അപാകത ഇലക്ട്രിസിറ്റിയുടെ ബോർഡിന്റെ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് തീർച്ചയാണ്. ഇല്ലാതെ സാധാരണ ഇന്നലെ തൊട്ട് പണി നടക്കുന്നു, ഇനി യാദൃശ്യമായിട്ട് ഇങ്ങനെ കറണ്ട് കയറി വരിക എന്ന് പറയുമ്പോൾ അത് ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുള്ള അനാസ്ഥ തന്നെയാണ്. അവരുടെ ഉത്തരവാദിത്വം, അവരുടെ അനാസ്ഥ തന്നെയാണ് ഈ കാണുന്നത്. രാവിലെ പണിക്ക് ഇവിടെ ഉണ്ടല്ലേ? രാവിലെ തൊട്ട് പണിയുണ്ട്. ഇന്നലെ തൊട്ട് പണി നടക്കുകയാണ് ഇവരുടെ. ഇന്നും പണി നടക്കാം. അവർ ആഹാരമൊക്കെ കഴിച്ചിട്ടൊന്ന് കയറിയപ്പോഴാണ് ഈ സംഭവം. ചേട്ടനാണിത് കാണുന്നല്ലേ? ഹോട്ടലിൽ അവരാ കണ്ടേ. അവര് പറയുന്നത് അവിടെ സ്പാർക്കിങ് ഉണ്ടായിരുന്നു. ആ സ്പാർക്കിങ്ങും പുകയും കൊണ്ട് ഇവരും ഉച്ചയും കുത്തി താഴോട്ട് വീഴുമായിരുന്നു. പുറമെല്ലാം കരിഞ്ഞിട്ടുണ്ട്. കയ്യാവ് പുറമെല്ലാം കരിഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ കണ്ട അവിടെ പോസ്റ്റ് അവിടെ അത് മാറിയിട്ടു. അവിടെ ഒരു അത് മാറിക്കഴിഞ്ഞു. അത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഇത് മാറാൻ വേണ്ടി അതിൻ്റെ ഇത് അഴിക്കാൻ വേണ്ടി പുള്ളി വന്ന. അപ്പം എന്നോട് പറയുകയും ചെയ്തു, നമുക്ക് ഇതൂടെ കഴിഞ്ഞിട്ട് നിർത്താമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ വണ്ടി ഇരുന്നു, അഴിച്ചുവിട്ട് വണ്ടി. ഞാൻ വണ്ടി ഇരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് പുള്ളിയുടെ ദേഹത്ത് തീയെല്ലാം കൂടെ കയറി. ഞാനത് ഇവിടുന്ന് ഓടി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് എൻ്റെ കൈ കിട്ടിയില്ല. വീണു. ഞാൻ ഓടി പോയെന്ന് അതേന്ന് അത് അവിടുന്ന് അപ്പോഴത്തേക്ക് ദേഹത്തെല്ലാം കൂടെ തീയൊക്കെ അടിച്ചപ്പോഴത്തേക്ക് താഴെ. എന്തായാലും സുബീഷ് ജോലി ചെയ്ത് ഈ പോസ്റ്റിന് പോളിതാണ് താഴെ വീണ് എന്തായാലും അപകടം സംഭവിക്കുന്നതായാലും 7-8 പോസ്റ്റ് മാറിയതാ. 7-8 പോസ്റ്റ് മാറി വന്നിട്ട് അത്രയും പോസ്റ്റിലും എല്ലാം ചെയ്തതാ. ഇതേലോട്ട് വന്നപ്പോഴാണ് പറ്റിയത്. അത്രയും പോസ്റ്റിന് ഒരു കുഴപ്പവും ഇല്ല. അത്രയും നേരം ഓഫായിരുന്നു ഈ സാധനം. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വന്നപ്പോൾ എന്തോ പറ്റിയാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കോന്നിയിൽ നിന്നും ശശിനാരായണൻ, ന്യൂസ് 18 പത്തനംതിട്ട. ഇടുക്കിയിൽ കാട് കയറാൻ കൂട്ടാക്കാതെ പടയപ്പ. മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആന ഇറങ്ങുന്നത് ഇപ്പോൾ പതിവാവുകയാണ്. പകൽ സമയങ്ങളിൽ പോലും പടയപ്പ പാതയോരങ്ങളിൽ തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. മാട്ടുപ്പെട്ടി കുറ്റിയാർവാലി മേഖലയിലാണ് പടയപ്പ സ്വൈരവിഹാരം നടത്തുന്നത്.
കഴിഞ്ഞ ദിവസം പ്രധാന പാതയോട് ചേർന്നുള്ള പ്രദേശത്ത് മണിക്കൂറുകളോളമാണ് ആന തമ്പടിച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പടയപ്പ ആക്രമണ സ്വഭാവം കാണിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കുന്നുണ്ട്. വഴിയോര കടകൾ തകർത്ത് ഭക്ഷണം എടുക്കുന്നതിനു പുറമെ വാഹനങ്ങൾക്ക് നേരെയും ആക്രമണം നടത്താറുണ്ട്. പകൽ സമയത്ത് റോഡരികിൽ നിലയുറപ്പിക്കുന്ന ആനയുടെ ചിത്രങ്ങൾ പകർത്താൻ സഞ്ചാരികൾ ശ്രമിക്കുന്നത് കൂടുതൽ അപകടത്തിനിടയാക്കുമോ എന്ന ആശങ്കയുമുണ്ട്. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആനയെ RRT സംഘം തുരത്തുമെങ്കിലും ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം തിരികെ എത്തുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആനയെ ഉൾവനത്തിലേക്ക് തുരത്താൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. പടയപ്പയെ കൂടാതെ കഴിഞ്ഞ ദിവസം കാട്ടുപോത്തുകളും കൂട്ടമായി കുറ്റിയാർ വാലി മേഖലയിൽ ഇറങ്ങിയിരുന്നു. ന്യൂസ് 18 ഇടുക്കി. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി എത്യോപ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തു. എത്യോപ്യയുടെ പരമോന്നത ബഹുമതിയായ ഗ്രേറ്റ് ഓണർ നിഷാൻ ഓഫ് എത്യോപ്യ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി തന്നെ കാർ ഓടിച്ചാണ് മോദിയെ എയർപോർട്ടിൽ എത്തിച്ച് യാത്രയാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തികം, സുരക്ഷ, വാണിജ്യം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിൽ ചർച്ച നടന്നതായി അദ്ദേഹം എക്സിൽ കുറിച്ചു. ജയശങ്കറിന്റെ ടെലവീവ് സന്ദർശനത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. ആഭ്യന്തര അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ ഇരുവരും ചർച്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബെഞ്ചമിൻ നെതന്യാഹു ആശംസകൾ അറിയിച്ചു. ബോണ്ടി ബീച്ചിലെ ഭീകരാക്രമണത്തെ ജയശങ്കർ ശക്തമായി അപലപിച്ചു. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം.